നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ വരുന്ന 2025 മകയിരം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് കണ്ടുവരുന്നത്. ബിസിനസ്സുകളിലും അതേ കണക്ക് തന്നെ കുടുംബത്തിലൊക്കെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടിയൊക്കെ പോകുവാനും, മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മനോദുഃഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം തന്നെ ഈ ജനുവരി ഫെബ്രുവരിയോട് കൂടി തന്നെ അതെല്ലാം മാറുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ സഹോദരങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെയായിട്ടുള്ള ചില ധനങ്ങളോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കാലതാമസം വരുന്നതായിരിക്കും. കാരണം അതൊന്നും ജനുവരി ഫെബ്രുവരിയിലൊന്നും കിട്ടുവാൻ പോകുന്നില്ല. അതൊക്കെ കിട്ടും. അതൊക്കെ ഒരു മെയ് ജൂൺ മാസമാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൃഷിയുടെ കാര്യമാണെങ്കിലും, ആഭരണങ്ങൾ വാങ്ങുവാനാണെങ്കിലും, വാഹനങ്ങൾ വാങ്ങുവാനാണെങ്കിലും ഒക്കെ നടക്കുന്നത് ഈ മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ കാണുന്നുണ്ട്. ഭാര്യ വീട്ടുകളുടെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി കഴിയുവാനുമൊക്കെ, അല്ലെങ്കിൽ അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടമാണ് ഈ മെയ് ജൂൺ മാസങ്ങളിൽ. അതേ കണക്ക് തന്നെ ആഗസ്റ്റ് മാസമൊക്കെ ആവുമ്പോൾ ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകണമെന്നും, അതേ കണക്ക് തന്നെ കർമ്മരംഗത്ത് നല്ല ശുഭലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത്. അതേ കണക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിയൊക്കെ നേടിയെടുക്കുവാനും, പിന്നെ ബുധ-ശുക്ര യോഗത്താലൊക്കെയുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് ശത്രുക്കളെയൊക്കെ ചിലപ്പോൾ അതിജീവിക്കേണ്ടതായിട്ടുള്ളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും ഈ ഒരു ഒക്ടോബർ മാസങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സുഖദുഃഖങ്ങൾ ഒരുപോലെ വരുന്നതാണ്. അത് നമ്മുടേതായിട്ടുള്ള നമുക്കതിന് ഈ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യ പ്രീതി ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ ആ മാസങ്ങളിലൊക്കെ സുബ്രഹ്മണ്യനെ മനസ്സിലേക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകാവുന്ന ചില ഈ പറയുന്ന അശുഭചിന്തകളൊക്കെ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ, മനസ്സിലുണ്ടാകാവുന്ന ചില ടെൻഷനുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ കഴിവതും നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതി സമ്പാദിക്കുക. അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ പിന്നെ വീണ്ടും നല്ലതാണ്. പിന്നെ വീണ്ടും നിങ്ങൾക്ക് ആ പഴയതിൽ നിന്ന് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് നല്ല അഭിമാനത്തോടു കൂടി, അതായത് നല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല തൻ്റെയിടത്തോടുകൂടി തലയെടുപ്പോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു മാസമൊക്കെയാണ് ഈ നവംബർ ഡിസംബറൊക്കെ പിന്നെ അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കം ഒരു ചെറുതായ രീതിയിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അത് എല്ലാം തന്നെ മാറി ഈ നവംബർ ഡിസംബർ മാസത്തോടെ അതിശക്തമായ രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും കുടുംബത്തിൽ നല്ല മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ രീതിയായാലും അല്ലെങ്കിൽ അവർക്ക് ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ കിട്ടുവാനൊക്കെ നല്ല മാസങ്ങളൊക്കെയാണ് ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ദോഷഫലങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് ഉണ്ടാകുവാനും നല്ല ഉയർച്ചയൊക്കെ കാണുന്നുണ്ട്. പിന്നെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുക അങ്ങനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഒക്ടോബർ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഈശ്വരനെ വിളിച്ച് ഈശ്വര അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സമയങ്ങളിലൊക്കെ ഉണ്ട്. അതായത് ഞാനീ പറഞ്ഞ വാഹനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും, അപ്പോൾ അങ്ങനേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്തുകൊണ്ടും നല്ലൊരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് ഈ മകയിരം നക്ഷത്രത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ജനനം എന്ന് പറയുന്നത് ചൊവ്വാദശയിലാണ്. പിന്നെ അങ്ങനെ രാഹു, പിന്നെ വ്യാഴദശ, പിന്നെ ശനിയുണ്ട്.
ബുധൻ. അപ്പോൾ ഇങ്ങനെ ബുധനൊക്കെ ഇങ്ങനെയുള്ള ദശാകാലങ്ങളൊക്കെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്ത് സമയദോഷമുള്ള ആ ഒരു ദശാസമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദശാസമയങ്ങളിൽ വേണ്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശുഭമാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.